എന്തിനാണ് നമ്മൾ സാഹിബിൻ്റെ മുമ്പിൽ പോയി യാചിച്ച് നിൽക്കുന്നത്? ടെററിസം എന്ന വാക്ക് ലോകത്തിന് സംഭാവന ചെയ്ത യാസർ അറാഫത്തിനും മലാല യൂസഫ്സായിക്കും സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കൊടുത്ത നോബൽ കമ്മിറ്റി ഒരിക്കൽ പോലും മഹാത്മാഗാന്ധിയെ പരിഗണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഗാന്ധിയുടെ മഹത്വം ഒരിക്കലും കുറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ ഓർമ്മിക്കണം. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഇന്ന് നമ്മൾ പുതിയൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, 2018 എന്ന മലയാള ചിത്രത്തിന് ഓസ്കാർ നോമിനേഷൻ കിട്ടിയില്ല എന്ന്. സംവിധായകൻ ജൂഡ് ആൻ്റണി അതിൽ വലിയ നിരാശ പ്രകടിപ്പിച്ചു. ഈ വാർത്ത വായിച്ചപ്പോൾ എനിക്കും നിരാശ തോന്നി. 2018 നോമിനേഷൻ ലഭിക്കാത്തത് കൊണ്ടല്ല, നമ്മുടെയൊക്കെ ഒരു സാംസ്കാരിക അടിമത്തം ഓർത്തിട്ടാണ്. യഥാർത്ഥത്തിൽ ഈ ഓസ്കാർ അത്ര വലിയ ഒരു സംഭവമാണ്. ഓസ്കാർ അവാർഡ് കിട്ടുന്ന ചിത്രങ്ങളാണോ ലോകത്തെ ഒരു സമയത്തിറങ്ങുന്ന ഏറ്റവും നല്ല ചിത്രങ്ങൾ? നമുക്കൊന്ന് പരിശോധിക്കാം. ഓസ്കാർ അവാർഡ് എന്ന് നമ്മൾ വിളിക്കുന്ന ഈ പുരസ്കാരങ്ങളുടെ യഥാർത്ഥ പേര് അക്കാദമി അവാർഡ്സ് എന്നാണ്. ഓസ്കാർ അവാർഡ് എന്ന വിളിപ്പേര് എങ്ങനെ വന്നു എന്നത് വ്യക്തമല്ല. എന്നാൽ അക്കാദമി ലൈബ്രറിയൻ മാർഗരറ്റ് ഹെറിക്സ് അവാർഡിൻ്റെ ഒരു ശില്പം അത് കണ്ടപ്പോൾ അവരുടെ അങ്കിൾ ഓസ്കാറിനെ ഓർമ്മിപ്പിക്കുന്നു എന്ന് തമാശയ്ക്ക് പറഞ്ഞ ഒരു കാര്യമാണ് പിന്നീട് ഒരു വിളിപ്പേര് പോലെ വന്നത്. ഇപ്പോഴും അക്കാദമി അവാർഡ്സ് എന്ന് തന്നെയാണ് ഔദ്യോഗിക നാമം. ഒരു വർഷത്തിൽ ലോകത്തിൽ റിലീസ് ചെയ്യുന്ന എല്ലാ ചിത്രങ്ങളും പരിഗണിച്ചുകൊണ്ട് അതിൽ നിന്നും ഏറ്റവും നല്ല ചിത്രത്തെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയാണോ ഓസ്കാറിനുള്ളത്? അല്ല, സത്യത്തിൽ അത് സാധ്യവുമല്ല. കാരണം ലോകത്താകമാനം റിലീസ് ചെയ്യപ്പെടുന്ന എല്ലാ ഫീച്ചർ ഫിലിമുകളും കാണുവാനും ഒരു നിശ്ചിത കാലയളവിൽ കണ്ട് അതിനെ വിലയിരുത്തുവാനും സാധ്യമല്ല. നമ്മുടെയൊക്കെ സിനിമകൾ, ഉദാഹരണത്തിന് ഇന്ത്യയിൽ റിലീസ് ചെയ്ത ഏതെങ്കിലും ഒരു ഭാഷാ സിനിമ തന്നെ ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം അവാർഡ് എന്ന വിഭാഗത്തിൽ മാത്രമാണ് പരിഗണിക്കപ്പെടുക. അമേരിക്കയിലും അമേരിക്കയുടെ ടെറിട്ടറികൾക്കും പുറത്തു വെച്ച് നിർമ്മിച്ചിട്ടുള്ള 40 മിനിറ്റിൽ കുറയാത്ത ഫീച്ചർ ഫിലിമുകളാണ് ഈ വിഭാഗത്തിൽ പരിഗണിക്കപ്പെടുക. മാത്രമല്ല, ഈ വർഷത്തെ എൻട്രികളാണെങ്കിൽ ഡിസംബർ 1, 2022 ശേഷവും ഒക്ടോബർ 31, 2023 മുൻപും അതാത് രാജ്യങ്ങളിലെ ഏതെങ്കിലും തിയേറ്ററുകളിൽ പ്രൊഡ്യൂസറുടെയും വിതരണക്കാരുടെയും ലാഭത്തിനായി 7 ദിവസം തുടർച്ചയായി പ്രദർശിപ്പിച്ചിട്ടുണ്ടാകണം. 1956 ബെസ്റ്റ് ഫോറിൻ ഫിലിം എന്ന വിഭാഗം ആരംഭിച്ചതിന് ശേഷം ലോകത്ത് പല സംവിധായകരും നിർമ്മാതാക്കളും ഇതിനെ വളരെ പ്രസ്റ്റീജിയസ് ആയ ഒരു അവാർഡായിട്ടാണ് കരുതിപ്പോരുന്നത്. ഈ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ തവണ അവാർഡ് ലഭിച്ചിട്ടുള്ളത് യൂറോപ്യൻ സിനിമകൾക്കാണ്. അതിൽ തന്നെ ഇറ്റാലിയൻ സിനിമകൾക്ക് 14 തവണ ഈ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമകൾ ഒന്നും ഇതുവരെ ഈ കാറ്റഗറിയിൽ അവാർഡ് നേടിയിട്ടില്ല. എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള 3 ചിത്രങ്ങൾക്ക് ഈ വിഭാഗത്തിൽ നോമിനേഷൻ കിട്ടിയിട്ടുണ്ട്. 1957 മദർ ഇന്ത്യ, 1988 സലാം ബോംബെ, 2001 ലഗാൻ. ഇതൊക്കെയാണ് ആ 3 ചിത്രങ്ങൾ. ഓവറോൾ നോക്കുകയാണെങ്കിൽ 24 വിവിധ കാറ്റഗറികളിലാണ് അവാർഡ് നൽകുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന കാറ്റഗറികളൊക്കെയാണ് അത്. എന്നാൽ ഹോളിവുഡിന് 5 പ്രധാനപ്പെട്ട കാറ്റഗറികളാണ് ഉള്ളത്. ബെസ്റ്റ് പിക്ചർ, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് സ്ക്രീൻ പ്ലേ. ഇതാണ് ബിഗ് 5. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ ഒരു ചിത്രം അവാർഡിന് പരിഗണിക്കപ്പെടണമെങ്കിൽ കുറച്ചധികം എലിജിബിലിറ്റി കടമ്പകൾ കടക്കേണ്ടതുണ്ട്. ഓസ്കാർ അവാർഡിന് പരിഗണിക്കപ്പെടുന്ന ചിത്രങ്ങൾ 40 മിനിറ്റിൽ കുറയാത്ത ചിത്രങ്ങൾ ആയിരിക്കണം. മാത്രമല്ല, ആ ചിത്രങ്ങൾ അമേരിക്കയിലെ 6 തെരഞ്ഞെടുക്കപ്പെട്ട മെട്രോ നഗരങ്ങളിലെ ഏതെങ്കിലും തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചിരിക്കണം. ലോസ് ആഞ്ചലസ് കൗണ്ടി, സിറ്റി ഓഫ് ന്യൂയോർക്ക്, സാൻ ഫ്രാൻസിസ്കോ, മാരിൻ, അലമേഡ, സാൻ മാറ്റിയോ, കോൺട്രാ കോസ്റ്റ തുടങ്ങിയ കൗണ്ടികൾ ഉൾപ്പെടുന്ന ബേ ഏരിയ, ഇല്ലിനോയ്സും കുക്ക് കൗണ്ടിയും ഉൾപ്പെടുന്ന ഷിക്കാഗോ, മയാമി ഡെഡ് കൗണ്ടിയും ഫ്ലോറിഡയും ഉൾപ്പെടുന്ന മയാമി, ഫുൾട്ടൺ കൗണ്ടിയും ജോർജിയയും ഉൾപ്പെടുന്ന അറ്റ്ലാന്റ. ഇതൊക്കെയാണ് ആ 6 നഗരങ്ങൾ. ഓസ്കാറിൻ്റെ നിയമങ്ങളും നിയമാവലിയും ഒക്കെ വളരെ വലുതാണ്. എല്ലാ നിയമങ്ങളിലേക്കും പോകേണ്ട ആവശ്യമില്ല. കാരണം ഈ പറഞ്ഞ 6 നഗരങ്ങളിൽ നമ്മുടെ സിനിമകൾ തുടർച്ചയായി 7 ദിവസം പ്രദർശിപ്പിക്കാറുണ്ടെങ്കിൽ മാത്രം ഓസ്കാറിന് മത്സരിക്കാം. ഒരു കാര്യം ഉറപ്പായി, അക്കാദമി അവാർഡ്സ് എന്നത് നമ്മുടേതുപോലുള്ള രാജ്യങ്ങളുടെ സിനിമകളെ ഉദ്ദേശിച്ചുണ്ടാക്കിയ ഒന്ന് അല്ല. സാഹിബിൻ്റെ സിനിമകളെ മാത്രം ഉദ്ദേശിച്ചുണ്ടാക്കിയതാണ് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? എന്നാൽ ചില കാറ്റഗറികൾക്ക് ഈ എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിംസ്, ഡോക്യുമെൻ്ററി സിനിമകൾ, ഇവയുടെ നിയമാവലി വളരെ വ്യത്യസ്തമാണ്. ഈ സിനിമയൊക്കെ അതിൻ്റെ പ്രൊഡ്യൂസർമാർക്ക് നേരിട്ട് സമർപ്പിക്കാനാവുകയും ചെയ്യും. ഇവിടെ ഷോർട്ട് ലിസ്റ്റും നോമിനേഷനും എന്താണ് എന്ന് ഒരു ചെറിയ സംശയം നിങ്ങൾക്കുണ്ടായേക്കാം. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം?
കഴിഞ്ഞ വർഷം വിവേക് അഗ്നിഹോത്രി പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ കാശ്മീർ ഫയൽസ് എന്ന ചിത്രവും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഗഹനമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അക്കാഡമി എല്ലാ വർഷവും റിമൈൻഡർ ലിസ്റ്റ് എന്ന പേരിൽ ഒരു ലിസ്റ്റ് പുറത്തുവിടാറുണ്ട്. കഴിഞ്ഞ വർഷം പുറത്തുവിട്ട ലിസ്റ്റിൽ 301 ചിത്രങ്ങളുണ്ടായിരുന്നു. രാജമൗലിയുടെ RRR, വിവേക് അഗ്നിഹോത്രിയുടെ കാശ്മീർ ഫയൽസ്, സഞ്ജയ് ലീല ബൻസാലിയുടെ ഗംഗൂഭായ് കത്യാവാടി, ഋഷഭ് ഷെട്ടിയുടെ കാന്താര, പാൻ നളിൻ്റെ ചെല്ലോ ഷോ, ചില മറാത്തി ചിത്രങ്ങൾ, ഇതൊക്കെ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ഷോർട്ട് ലിസ്റ്റ് അല്ല, എലിജിബിലിറ്റി ലിസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ എലിജിബിൾ എന്നതിനും ഷോർട്ട് ലിസ്റ്റ് എന്നതിനും വലിയ വ്യത്യാസമുണ്ട്. ഇന്റർനാഷണൽ ഫിലിം കാറ്റഗറിയിലുള്ള എലിജിബിൾ ചിത്രങ്ങളിൽ നിന്ന് 15 ചിത്രങ്ങളെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ആ 15 ചിത്രങ്ങളിൽ നിന്നും 5 ചിത്രങ്ങൾ അവർ നോമിനേറ്റ് ചെയ്യും. ഇങ്ങനെ നോമിനേഷൻ ലഭിക്കുന്ന ചിത്രങ്ങളുടെ പേരുകൾ അവാർഡ് പ്രഖ്യാപിക്കുന്ന വേദിയിൽ അനൗൺസ് ചെയ്യും. ഇതിൽ നിന്നും അവാർഡ് ലഭിക്കുക ഒരു ചിത്രത്തിനായിരിക്കും. പ്രോസസ്സ് ഇതാണ്: എലിജിബിലിറ്റി, ഷോർട്ട് ലിസ്റ്റ്, നോമിനേഷൻ, വിന്നർ. ഇനി വിന്നർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അവാർഡ് വിന്നർ വോട്ടിങ്ങിലൂടെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇൻഡസ്ട്രിയിലെ പ്രൊഫഷണലായ ഡയറക്ടേഴ്സ്, ആക്ടേഴ്സ് ഒക്കെ അടങ്ങുന്ന ഏകദേശം 10,000-ഓളം വോട്ടർമാരാണ് ഉള്ളത്. ഇവരെ 17 വിവിധ തരം ബ്രാഞ്ചുകളിലായി തരംതിരിച്ചിരിക്കുന്നു. ഡയറക്ടേഴ്സ്, കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, എക്സിക്യൂട്ടീവ്സ്, ഇങ്ങനെ വിവിധ തലങ്ങളിലുള്ള ഇവർ അതാത് കാറ്റഗറിക്കായി വോട്ട് ചെയ്യും. ഉദാഹരണത്തിന് ബെസ്റ്റ് ആക്ടർക്ക് വോട്ട് ചെയ്യുക ആക്ടേഴ്സ് മാത്രം അടങ്ങുന്ന ഒരു ബ്രാഞ്ചായിരിക്കും. ബാലറ്റ് പേപ്പറിലൂടെയും ഓൺലൈനായും വോട്ട് ചെയ്യാം. രസകരം എന്താണ് എന്ന് വെച്ചാൽ ആർക്കാണോ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്നത് അവർ വിന്നറാകും. ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആക്ടർ തുടങ്ങി മിക്കവാറും എല്ലാ കാറ്റഗറിയിലും ഈ ഒരു രീതിയാണ് പിന്തുടരുന്നത്. ഇതിനെ സിമ്പിൾ മെജോറിറ്റി വോട്ടിംഗ് എന്നാണ് പറയുന്നത്. എന്നാൽ ബെസ്റ്റ് പിക്ചർ അവാർഡിന് ഈ ഒരു രീതിയല്ല പിന്തുടരുന്നത്. ഇവിടെ റാങ്ക്ഡ് ചോയ്സ് വോട്ടിംഗ് സിസ്റ്റം എന്ന രീതിയാണ് പിന്തുടരുന്നത്. ഈ സിസ്റ്റത്തെ പ്രിഫറൻഷ്യൽ ബാലറ്റ് എന്നും പറയാറുണ്ട്. ഇവിടെ ഒരു ചിത്രത്തെ ഏറ്റവും നല്ല ചിത്രം എന്ന രീതിയിൽ തിരഞ്ഞെടുക്കേണ്ടതില്ല. പകരം എല്ലാ നോമിനേഷനുകളും ഒരുമിച്ച് വെച്ചിട്ട് അതിനെ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് 1, 2, 3 എന്ന രീതിയിൽ അടയാളപ്പെടുത്തിയാൽ മതിയാകും. ഇങ്ങനെ എത്ര നോമിനേഷൻ ഉണ്ടോ അവരെ നേരത്തെ പറഞ്ഞതുപോലെ റാങ്ക് ചെയ്യുക. പിന്നീട് വോട്ട് എണ്ണുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ 1 എന്ന് അടയാളപ്പെടുത്തിയ ഏത് ചിത്രമാണ് എന്ന് നോക്കും. അങ്ങനെ ഏതെങ്കിലും ചിത്രത്തിന് 50%-ലധികം വോട്ട് കിട്ടിയാൽ അവരായിരിക്കും വിന്നർ. ഇനി 50%-ലധികം വോട്ട് ആർക്കും കിട്ടിയിട്ടില്ല എങ്കിൽ സെക്കൻഡ് റാങ്ക് വരുന്ന ചിത്രം ഏതാണ് എന്ന് നോക്കും. വോട്ടർമാർ ആരൊക്കെയാണ് സെക്കൻഡ് റാങ്ക് കൊടുത്തിട്ടുള്ള ചിത്രം ഏതാണ് എന്ന് കണ്ടെത്തി അവരുടെ വോട്ടുകളെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് റാങ്ക് 1 കൂട്ടിച്ചേർത്ത് നോക്കും. എന്നിട്ട് ഏതെങ്കിലും ചിത്രം 50% എന്ന കടമ്പ കടന്നോ എന്ന് വീണ്ടും നോക്കും. അപ്പോഴും 50% എന്ന കടമ്പ കടന്ന ചിത്രം ഒന്നും വന്നില്ല എങ്കിൽ ഈ പ്രോസസ്സ് വീണ്ടും തുടരും. ഏതെങ്കിലും ഒരു ചിത്രം 50% എന്ന കടമ്പ കടക്കുന്നത് വരെ ഈ പ്രോസസ്സ് അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സിനിമകളൊക്കെ മത്സരിക്കുന്നത് ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം എന്ന കാറ്റഗറിയിലാണ്. ഈ വിഭാഗത്തിൽ മത്സരിക്കുന്ന ചിത്രങ്ങൾ അതാത് രാജ്യങ്ങളാണ് അക്കാഡമിക്ക് സമർപ്പിക്കേണ്ടത്. ഒരു രാജ്യത്തു നിന്നും ഒരു ചിത്രം മാത്രമേ സമർപ്പിക്കാനാകൂ. നമ്മുടെ ഈ വർഷത്തെ ഒഫീഷ്യൽ എൻട്രി 2018 ആയിരുന്നു. എല്ലാ രാജ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന എൻട്രികളിൽ നിന്നും 15 ചിത്രങ്ങളാണ് അവസാനം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുക. 2018 പക്ഷേ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടില്ല. കഴിഞ്ഞ വർഷം RRRലെ നാട്ടു 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 എന്ന പാട്ടിന് ഒറിജിനൽ സോങ് കാറ്റഗറിയിൽ ഓസ്കാർ കിട്ടിയത് ഓർമ്മയില്ലേ? പക്ഷേ RRR ഓസ്കാറിന് പരിഗണിക്കപ്പെട്ടത് ഈ ഒരു വഴിയിലേ ആയിരുന്നില്ല. കഴിഞ്ഞ വർഷം RRR ആയിരിക്കും ഇന്ത്യയുടെ ഇന്റർനാഷണൽ ഫിലിം കാറ്റഗറിയിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി എന്ന് പലരും കരുതിയിരുന്ന സമയത്താണ് പാൻ നളിൻ്റെ ചെല്ലോ ഷോ അഥവാ ലാസ്റ്റ് ഫിലിം ഷോ എന്ന പേരായ ഒരു ഗുജറാത്തി ഡ്രാമ ചിത്രം ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രിയായി കയറിപ്പറ്റിയത്. ചിത്രം അന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു, പക്ഷേ ഫൈനൽ നോമിനേഷനിൽ എത്തിയില്ല. പക്ഷേ നാട്ടിലെ അവഗണന RRRനെ ബാധിച്ചില്ല. ഈ സമയം കൊണ്ട് ചിത്രം അമേരിക്കയിൽ കൂറ്റൻ തരംഗം സൃഷ്ടിച്ചു. RRRന്റെ അമേരിക്കയിലെ വിതരണക്കാർ വേരിയൻസ് ഫിലിംസും രാജമൗലിയും ചേർന്ന ചിത്രത്തെ 14 കാറ്റഗറികളിലാണ് ഫോർ യുവർ കൺസിഡറേഷൻ ക്യാമ്പയിനിൽ സമർപ്പിച്ചത്. അജയ് ദേവ്ഗൺ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ, ആലിയ ഭട്ട് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ്, കൂടാതെ സ്ക്രീൻ പ്ലേ, ഒറിജിനൽ സ്കോർ, എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രാഫി, സൗണ്ട്, VFX, പ്രൊഡക്ഷൻ ഡിസൈൻ തുടങ്ങിയ കാറ്റഗറിയിലെല്ലാം ചിത്രം മത്സരിച്ചു. RRR ഓസ്കാർ നോമിനേഷൻ്റെ എല്ലാ കടമ്പകളും കടന്നാണ് മത്സരിച്ചത്. 2022 ജനുവരി 1-നും ഡിസംബർ 31-നും ഇടയിൽ നേരത്തെ പറഞ്ഞ ഒരു തിയേറ്ററിൽ ചിത്രം തുടർച്ചയായി 7 ദിവസം പ്രദർശിപ്പിച്ചിരുന്നു. പക്ഷേ ഒറിജിനൽ സോങ്ങിൽ മാത്രം ഒതുങ്ങി ചിത്രത്തിന് ലഭിച്ച അവാർഡ്.
എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ ഭാഷാ ചിത്രങ്ങൾ ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം കാറ്റഗറിയിൽ പോലും പലപ്പോഴും വരാത്തത്? ഓസ്കാറിൽ വോട്ടിംഗ് അതേപോലെ നോമിനേഷൻസ് രണ്ടും പ്രധാനമാണ്. ഇതെല്ലാം ആക്റ്റീവ് ലൈഫ് അക്കാദമി മെമ്പേഴ്സിന് മാത്രമാണ് സാധ്യമാകുക. നമ്മുടെ സംസ്കാരവും നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമെല്ലാം പാശ്ചാത്യ നാടുകളിലേതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. നമ്മുടെ ചിത്രങ്ങളിൽ കാണുന്ന ആ ഒരു സെൻറ്റിമെൻറ്റ്സ്, ഭാവുകത്വം, തീവ്ര പ്രണയഭാവങ്ങൾ, കുടുംബ ബന്ധങ്ങളിലെ ഇഴയെടുപ്പം, ഇതൊക്കെ യഥാർത്ഥത്തിൽ മറ്റു രാജ്യങ്ങളിലെ പ്രേക്ഷകർക്ക് മനസ്സിലാകണം എന്നില്ല. നമ്മൾ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് പോലെ പാശ്ചാത്യർ വികാരങ്ങൾ പ്രകടിപ്പിക്കാറില്ല. നമ്മൾ കരയുന്നത് കാണുമ്പോൾ അവർക്കത് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എൻട്രികൾ ഒരു വൃഥാ വ്യായാമമാണ് എന്ന് പറയേണ്ടി വരും. സത്യത്തിൽ സായിപ്പിൻ്റെ ഈ അവാർഡിൻ്റെ വലിപ്പം നമ്മുടെ മാധ്യമങ്ങളും മറ്റും പറയുന്നത് പോലെ അത്രയും ഉണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ ഒരു ഉത്തരം. കാരണം പ്രധാനമായും അമേരിക്കൻ ചിത്രങ്ങൾക്ക് മാത്രം അവർ നൽകുന്ന ഒരു അവാർഡ്, അങ്ങനെ അതിനെ കാണേണ്ടതുള്ളൂ. നമ്മുടെ മാധ്യമങ്ങളാണ് ഇതിനെ ഊതി വീർപ്പിച്ച് പെരുപ്പിച്ച് കാണിക്കുന്നത്. ഓസ്കാർ എന്നാൽ എന്തോ വലിയ സംഭവമാണെന്ന മട്ടിൽ അവർ അതിനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മീഡിയ ഉണ്ടാക്കുന്ന ഈ ഹൈപ്പിൽ നമ്മൾ വീണുപോയിരിക്കുന്നു. ഈ ഹൈപ്പിൽ നമ്മുടെ ഒട്ടേറെ സംവിധായകരും നിർമ്മാതാക്കളും വീണുപോയിരിക്കുന്നു. ഈ അവാർഡൊക്കെ വലിയ ഒരു സംഭവമാണ് എന്ന് കരുതുന്ന നമ്മുടെ അടിമത്ത മനോഭാവമാണ് ഇതിൻ്റെയൊക്കെ ഒരു കാതൽ. എന്തും ഏതും സായിപ്പ് പറഞ്ഞാൽ നമുക്ക് വേദവാക്യം എന്ന മനോഭാവവും മാറണം. നമ്മളിപ്പോഴും പാശ്ചാത്യരുടെ അംഗീകാരത്തിനായി കണ്ണും മിഴിച്ച് നിൽക്കുകയാണ്. നമുക്ക് ഇതുപോലെ ഒരു വലിയ അവാർഡ് ഉണ്ടാക്കണം. എന്തിനാണ് നമ്മൾ സായിപ്പിൻ്റെ മുമ്പിൽ പോയി യാചിച്ച് നിൽക്കുന്നത്? ടെററിസം എന്ന വാക്ക് ലോകത്തിന് സംഭാവന ചെയ്ത യാസർ അറാഫത്തിനും മലാല യൂസഫ്സായിക്കും സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കൊടുത്ത നോബൽ കമ്മിറ്റി ഒരിക്കൽ പോലും മഹാത്മാഗാന്ധിയെ പരിഗണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഗാന്ധിയുടെ മഹത്വം ഒരിക്കലും കുറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ ഓർമ്മിക്കണം. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകും. ഓസ്കാറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.